ഡിയർ സ്റ്റുഡൻസ്, മുൻ വർഷങ്ങളിൽ ഓരോ ചാപ്റ്ററിൽ വന്ന ക്വസ്റ്റ്യൻസാണ് ഇതിൽ തന്നിട്ടുള്ളത്. ടീച്ചർ അതൊന്ന് വെറുതെ വേഗം പറഞ്ഞു പോവാം. ബുദ്ധിമുട്ടുള്ളവർ പഠിക്കേണ്ടത് ടീച്ചർ കൃത്യം മാർക്ക് ചെയ്ത് തരാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനെ പറയണ മറ്റൊരു പേരാണ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ. അറിയണ്ടാവും നിങ്ങൾക്ക് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ കേട്ടോ. ആ ലോയിൽ പറയണ കാര്യം ഇതാണ്: ഒരു കോമ്പൗണ്ടിലുള്ള എലമെൻസും ആ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിരിക്കുന്ന അവരുടെ മാസിൻ്റെ റേഷ്യോയും സെയിം ആയിരിക്കും. അപ്പോൾ ഒരു കോമ്പൗണ്ടിലെ എലമെൻസും ആ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിരിക്കുന്ന അവരുടെ മാസിൻ്റെ റേഷ്യോയും സെയിം ആയിരിക്കും. അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അഥവാ കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ. എ കെമിക്കൽ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെൻറ്റ്സ് കമ്പൈൻഡ് ടുഗെദർ ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ ബൈ മാസ്. ഇവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു സംയുക്തത്തിൽ. അതിന് പകരം നിങ്ങളൊരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ മതിയിട്ട്. എല്ലാം മലയാളത്തിൽ പറയാൻ നിൽക്കേണ്ട. സെൻറ്റൻസുകളുടെ ഇടയിലുള്ള വാക്കുകളൊക്കെ മലയാളത്തിലാക്കിക്കോ, ആശയങ്ങളൊക്കെ മലയാളത്തിലാക്കിക്കോ. പക്ഷേ ഈ കോമ്പൗണ്ട് എലമെൻ്റ് എന്നൊക്കെ ഉള്ളത് അങ്ങനെ പറയാൻ ശ്രമിക്കുക. കിട്ടുന്നില്ലെങ്കിൽ സംയുക്തം എന്ന് പറഞ്ഞു. ഒരു കോമ്പൗണ്ടിലെ എലമെൻറ്റ്സ് എല്ലായ്പ്പോഴും സെയിം ആയിരിക്കുകയും അവ തമ്മിൽ കൂടിച്ചേരുന്ന അവരുടെ മാസിൻ്റെ റേഷ്യോ അതും സെയിം ആയിരിക്കും. അതാണ് ഇവരിവിടെ പറയണ കാര്യം കേട്ടോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിലെ എലമെൻറ്റ്സ് എപ്പോഴും കാർബൺ ഓക്സിജൻ ആയിരിക്കും. അത് പല രീതിയിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഏത് രീതിയിൽ കിട്ടിയാലും കാർബൺ ഡൈ ഓക്സൈഡിലെ എലമെൻറ്റ്സ് കാർബൺ ഓക്സിജനും ആയിരിക്കും. അവരുടെ മാസിൻ്റെ റേഷ്യോ 12:32 ആയിരിക്കും. എവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര കാലം കഴിഞ്ഞ് കിട്ടിയാലും എത്ര മുൻപ് കിട്ടിയാലും എപ്പോഴായാലും കാർബൺ ഡൈ ഓക്സൈഡിലെ എലമെൻറ്റ്സ് കാർബൺ ഓക്സിജനും അവർ കമ്പൈൻ ചെയ്തിരിക്കുന്ന മാസിൻ്റെ റേഷ്യോ 12:32. ഒന്ന് സിമ്പിളാക്കുമ്പോൾ 3:8. എങ്ങനെ സിമ്പിളാക്കാം മക്കളെ? 12:32 എന്ന് പറയുന്നത് 12/32 ആണ്. വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് കിട്ടും 3/8. 3/8നെയാണ് 3:8 എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. H2O, വാട്ടർ നമുക്ക് പല രീതിയിൽ നിന്നും കിട്ടും. ഏത് രീതിയിൽ കിട്ടിയ വാട്ടർ ആയാലും വാട്ടറിലെ എലമെൻറ്റ്സ് എപ്പോഴും ഹൈഡ്രജനും ഓക്സിജനും ആയിരിക്കും. അവർ കമ്പൈൻ ചെയ്തിരിക്കുന്ന മാസിൻ്റെ റേഷ്യോ 2:16. അതിനെ ചെറുതാക്കുമ്പോൾ 1:8. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഈ 12, 32, 1, 8 എന്നൊക്കെ പറയണത് എന്താണെന്ന് പറയാം. ഈ 12 എന്ന് വെച്ചാൽ കാർബണിൻ്റെ അറ്റോമിക് മാസ്. ടീച്ചർ അതിനാണ് പറഞ്ഞത് ക്ലാർക്സ് ടേബിളിൽ നിന്ന് കിട്ടുന്നു. 16 എന്ന് പറയുന്നത് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് ആണ്. O2 എന്ന് പറയുമ്പോൾ 2 ആറ്റം ഉണ്ട്, അപ്പോൾ 32 ആയി. അതുപോലെ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1, H2 എന്ന് പറയുമ്പോൾ 2, 2 ഓക്സിജൻ 16. മറക്കണ്ട കേട്ടോ. ഇതെല്ലാവരും പഠിക്കണം. എത്ര ബുദ്ധിമുട്ടുള്ളവരും അല്ലാത്തവരും എല്ലാവരും പഠിക്കേണ്ട ക്വസ്റ്റ്യനാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അഥവാ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ. ഇനി അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണം. മലയാളത്തിലെങ്കിൽ മലയാളത്തിൽ എഴുതാം കേട്ടോ. അടുത്ത ലോ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അതിൽ ഈ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ ഒരു കാര്യം കൂടി ടീച്ചർ പറയാൻ വിട്ടുപോയതാണ്. ജോസഫ് പ്രൂസ്റ്റ് ആണ് കേട്ടോ ആ ലോയുടെ സയൻറ്റിസ്റ്റ്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കാം. ജോസഫ് പ്രൂസ്റ്റ് ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ കേട്ടോ. അടുത്ത ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ജോൺ ഡാൾട്ടൻ്റെ ലോയാണ്. അതിൽ പറയണ കാര്യം ഇത് മലയാളത്തിൽ കൂടുതൽ പറ്റാവുന്ന ഒരു മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ പോലെ വരും. 2 എലമെൻറ്റ്സ് കൂടിച്ചേർന്ന് 2ഓ അതിലധികമോ കോമ്പൗണ്ട്സ് ഉണ്ടാകുമ്പോൾ അതിലൊരു എലമെൻറ്റിൻ്റെ മാസ് സെയിം ആയിരിക്കും, മറ്റേ എലമെൻറ്റിൻ്റെ മാസുകൾ ഒരു ചെറിയ റേഷ്യോയിലായിരിക്കും. When 2 elements combine to form 2 or more compounds, the different masses of one of the element which combines with a fixed mass of other element are in simple whole number ratio. അതിൻ്റെ മലയാളമാണ് കുറച്ചും കൂടി എളുപ്പം നമുക്ക്. അതിന് മുന്നേ അതിൻ്റെ ഈ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എഴുതണം, മറക്കരുത്. ഡിഫൈൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ മാത്രം മതി. ഇല്ലസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ സഹിതം എഴുതണം കേട്ടോ, മറക്കരുത്. ഇല്ലസ്ട്രേറ്റ്. ഇനി അതിൻ്റെ എക്സാമ്പിൾ പറയാം. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് 2 കോമ്പൗണ്ട് ഉണ്ടാവും. വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും കേട്ടോ. വാട്ടറിൻ്റെ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം, H2O. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഫോർമുല H2O2. H2Oയിൽ നമ്മുടെ ഹൈഡ്രജൻ H2 എന്ന് പറയുമ്പോൾ അതിൻ്റെ മാസ് 2, ഹാഫ് O2 ആണ്, ഒരു ഓക്സിജനും ഉള്ളൂ, അപ്പോൾ 16. അപ്പോൾ വാട്ടറിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസ് 2 grams 16 grams. ഇനി ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. അഗെയിൻ ഹൈഡ്രജൻ 2 തന്നെ, H2 തന്നെ. രണ്ടിലും ഹൈഡ്രജൻ 2 ആട്ടോ. സോ ഹൈഡ്രജൻ്റെ മാസ് രണ്ടിലും സെയിം.
അപ്പോൾ മറ്റവരുടെ മാസം തമ്മിൽ ചെറിയ റേഷ്യോ ആയിരിക്കും എന്ന് പറയണം. നോക്കാം നമുക്ക്. ഇവിടെ ഓക്സിജൻ്റെ മാസ് 32, ഈ കേസിൽ ഓക്സിജൻ്റെ മാസ് 16. അവർ തമ്മിലുള്ള റേഷ്യോ നോക്കിയ മക്കളെ 16:32. ദാറ്റ് മീൻസ് 1:2. അതാണ് അവർ പറയണത്. അവർ തമ്മിലുള്ള റേഷ്യോ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ. ചെറിയ ചെറിയ നമ്പേഴ്സിൻ്റെ ഇടയ്ക്കുള്ള റേഷ്യോനെയാണ് സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറയുന്നത്. 1:2, 1:3, 2:3, അങ്ങനെ ചെറിയ ചെറിയ നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോനെയാണ് സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇത് മലയാളത്തിൽ പഠിക്കാൻ പറ്റുന്നവർ മലയാളത്തിൽ പഠിച്ചാൽ മതി കേട്ടോ. മലയാളത്തിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. 2 എലമെൻറ്റ്സ് ചേർന്ന് 2ഓ അതിലധികമോ കോമ്പൗണ്ട്സ് ഉണ്ടാകുമ്പോൾ അതിൽ ഒരു എലമെൻറ്റിൻ്റെ മാസ് സെയിം ആയിരിക്കും, രണ്ടിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. മറ്റേ എലമെൻറ്റിൻ്റെ മാസ് തമ്മിൽ ചെറിയ റേഷ്യോ ആയിരിക്കും. മറ്റേ എലമെൻറ്റിൻ്റെ മാസുകൾ ഒരു ചെറിയ അനുപാതത്തിലായിരിക്കും, റേഷ്യോയിലായിരിക്കും. മറക്കണ്ട. ഇതിന് വേറെ എക്സാമ്പിൾസ്, കാർബൺ ഓക്സിജനും ചേർന്ന് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് വരും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയാവും ക്വസ്റ്റ്യൻ വരാം. കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ടു ഫോം കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഏത് ലോയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്? നമ്മൾ പറയാം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. എന്നിട്ട് അത് ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസം നോക്കാം നമുക്ക്. കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ള റേഷ്യോ കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. കാർബൺ മോണോക്സൈഡിൽ കാർബണിൻ്റെ മാസ് 12, ഓക്സിജൻ്റെ മാസ് 16. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണിൻ്റെ മാസ് 12, ഓക്സിജൻ്റെ മാസ് 32. രണ്ടിലും കാർബണിൻ്റെ മാസ് സെയിം ആയിരിക്കും. മറ്റേ ഓക്സിജൻ്റെ മാസ് തമ്മിൽ ചെറിയ റേഷ്യോ ആയിരിക്കും, 16:32. ദാറ്റ് മീൻസ് 1:2. വേറെ എക്സാമ്പിൾ പറയുന്നത് നൈട്രജൻ ഓക്സിജനും ചേർന്ന് NOയും NO2. നൈട്രജൻ്റെ മാസ് 14, ഓക്സിജൻ്റെ മാസ് 16. ഇവിടെ നൈട്രജൻ്റെ മാസ് 14, ഓക്സിജൻ്റെ മാസ് 32. സോ രണ്ടിലും നൈട്രജൻ്റെ മാസ് സെയിം ആയിരിക്കും. അപ്പോൾ മറ്റവരുടെ മാസ് തമ്മിൽ ചെറിയ റേഷ്യോ ആയിരിക്കും എന്ന് പറയും, 1:2. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഏത് എക്സാമ്പിൾ? നൈട്രജൻ ഓക്സിജൻ ചേർന്ന് 2 പേരല്ലാട്ട് ഉണ്ടാവണേ, NO, NO2, N2O3, N2O4, N2O5, അങ്ങനെ 3-4 കോമ്പൗണ്ട്സ് ഓക്സൈഡ്സ് ഉണ്ടാവും കേട്ടോ. ഏത് തന്നാലും ഇതൊക്കെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. അപ്പോൾ സെയിം എലമെൻറ്റ്സ് ചേർന്ന് 2ഓ അതിൽ കൂടുതൽ കോമ്പൗണ്ട്സ് കാണിക്കുന്ന എല്ലാ എക്സാമ്പിളിലും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ മറക്കണ്ട. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ എക്സാമ്പിളുകൾ എടുക്കാം. അടുത്തത് ഡിഫൈൻ അറ്റോമിക് മാസ്. അറ്റോമിക് മാസിൻ്റെ ഡെഫിനിഷൻ പഠിക്കണമെന്ന് ടീച്ചർ ആരോടും പറയില്ല, പറ്റാവുന്നവർ പഠിച്ചോളൂ. എപ്പോഴോ ഒരു പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് പറയണത് ഇത്രയാണ്, ഒരു ആറ്റത്തിൻ്റെ മാസിനെയാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. പക്ഷെ അതല്ല അറ്റോമിക് മാസിൻ്റെ ഡെഫിനിഷൻ. അറ്റോമിക് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/12 ദ മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം എന്ന് പറയുന്ന ഒരു സംഖ്യ. മാസ് ഓഫ് കാർബൺ 12 ആറ്റം എന്ന് വെച്ചാൽ എന്താ അർത്ഥം മക്കളെ? ഒരു കാർബൺ 12 ആറ്റം എന്ന് വെച്ചാൽ 12 മാസ് നമ്പറുള്ള കാർബൺ ആറ്റം. കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 എത്ര ഹെവിയാണ്, എത്ര ടൈംസ് ഹെവിയാണ് ഒരാറ്റത്തിൻ്റെ മാസ്, അതാണ് അറ്റോമിക് മാസ്. ഫോർ എക്സാമ്പിൾ നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14. അതിന് മീനിങ് ഇതാണ്, മാസ് ഓഫ് 1 നൈട്രജൻ ആറ്റം ഈസ് 14 ടൈംസ് ഹെവിയർ ദാൻ ഈ സാധനം 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 14 മടങ്ങ് ഹെവിയാണ് ഒരു നൈട്രജൻ ആറ്റം. അതുകൊണ്ട് നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14. ഇനി ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16. ഇറ്റ് മീൻസ് ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 16 മടങ്ങ് ഹെവിയാണ്. അതുപോലെ സോഡിയം 23 മടങ്ങ് ഹെവിയാണ് ഇതിനേക്കാൾ. അങ്ങനെയാണ് അറ്റോമിക് മാസ് പറയുക, മറക്കണ്ട കേട്ടോ. ദെൻ അതേപോലെ തന്നെ മോളിക്കുലർ മാസ് ഡിഫൈൻ ചെയ്യാം. പറ്റാവുന്നവർ പഠിച്ചാൽ മതി. ഒരു മോളിക്യൂളിൻ്റെ മാസിനെയാണ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് അതും ഡിഫൈൻ ചെയ്യണത്. ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ ഇപ്പോൾ പറഞ്ഞത് തന്നെ കേട്ടോ, മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം. 1 കാർബൺ 12 ആറ്റം. അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 എത്ര ഹെവിയാണ് ഒരു മോളിക്യൂളിൻ്റെ മാസ്, അതാണ് മോളിക്കുലർ മാസ്. ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് 12 + 32 44. അതിൻ്റെ അർത്ഥം ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൻ്റെ മാസ് ഈ 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റത്തിനേക്കാൾ 44 മടങ്ങ് ഹെവിയാണ്. അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 44 മടങ്ങ് ഹെവിയാണ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൻ്റെ മാസ്. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് 44. ഇനി എങ്ങനെയാണ് മോളിക്കുലർ മാസ് കിട്ടുക? മോളിക്കുലർ മാസ് കിട്ടാൻ അറ്റോമിക് മാസുകൾ ആഡ് ചെയ്യാം. CO2ൽ കാർബൺ 12 പ്ലസ് ഓക്സിജൻ 16 അറ്റോമിക് മാസ്. അങ്ങനത്തെ 2 ആളുണ്ട്. 2 × 16
ടോട്ടൽ കൂട്ടുമ്പോൾ 12 + 32 44 കിട്ടും. അങ്ങനെയാണ് മോളിക്കുലർ മാസ് കാണുക. ചിലപ്പോൾ ചോദിക്കാം, ഇവിടെ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ് കണ്ടേക്കണു. C6H12 6 കാർബൺ 12 × 6 പ്ലസ് 12 ഹൈഡ്രജൻ, അപ്പോൾ 1 × 12 പ്ലസ് 6 ഓക്സിജൻ 16 × 6 കൂട്ടുമ്പോൾ 180 കിട്ടും. അതാണ് ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ്. അങ്ങനെ കുറച്ചധികം എക്സാമ്പിൾസ് ഇവർ ചെയ്തിട്ടുണ്ട്, നോക്കാം കേട്ടോ. മോളിക്കുലർ മാസ് എങ്ങനെ കിട്ടാമെന്നുള്ളത് അല്ലെങ്കിൽ ചോദിക്കാം. അത് അറ്റോമിക് മാസുകൾ ആഡ് ചെയ്താൽ മതി. ഒരു മോളിക്യൂളിലുള്ള ആറ്റംസിൻ്റെ മാസുകൾ ആഡ് ചെയ്യുക. ഒന്നിലധികം തവണ വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രാവശ്യം ആഡ് ചെയ്തോളൂ കേട്ടോ. ഇൻറ്റു ചെയ്തിട്ട് ആ നമ്പർ കൊണ്ട് ചെയ്തു. ഇനി ഇവിടെ അത് മലയാളത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് എല്ലാവരും തന്നെ പഠിക്കണം. ഡിഫൈൻ അറ്റോമിക് മാസ് യൂണിറ്റ് അഥവാ AMU. അതിനെ തന്നെ പറയണ വേറൊരു പേരാണ്. അല്ലെങ്കിൽ ഈ AMU പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പറഞ്ഞതാണ് AMUവിൻ്റെ സ്ഥാനത്ത് നമുക്ക് U എന്നും ഉപയോഗിക്കാം. യൂണിഫൈഡ് മാസ് U. എന്താണ് AMU? അതിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിക്കേണ്ടത്. അത് പഠിച്ചില്ലെങ്കിലും വിരോധമില്ല. എന്താണ് AMU? ഇപ്പം തന്നെ ടീച്ചർ എഴുതിയതാണ് AMU. 1 AMU എന്ന് പറഞ്ഞ് ടീച്ചർ ഇപ്പം തന്നെ എഴുതിയില്ലേ. ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം. ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസിൽ കാർബൺ എപ്പോൾ പറയുമ്പോഴും കാർബൺ 12 എന്ന് പറഞ്ഞോളൂ. ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 ആണ് 1 AMU. അതിനേക്കാൾ എത്ര ഹെവിയാണ് ഒരു ആറ്റത്തിൻ്റെ മാസ്, അത് അറ്റോമിക് മാസ്. ഇതിനേക്കാൾ എത്ര ഹെവിയാണ് ഒരു മോളിക്യൂളിൻ്റെ മാസ്, അത് മോളിക്കുലർ മാസ്. അപ്പോൾ ആറ്റത്തിൻ്റെ മാസിനെയും മോളിക്യൂളിൻ്റെ മാസിനെയും കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു സ്കെയിൽ, അറ്റോമിക് മാസുകൾ മോളിക്കുലർ മാസുകളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് AMU സ്കെയിൽ കേട്ടോ. AMU അതിൻ്റെ ഷോർട്ട് ഫോമാണ്. നിർബന്ധമായിട്ട് പഠിക്കണം. ഇനി അതിൻ്റെ വാല്യൂ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതാ 1.66 × 10⁻⁻24 grams. പറ്റാവുന്നവർ പഠിച്ചോളൂ. ദെൻ അടുത്തത് ഡിഫൈൻ മോൾ. അതും നിർബന്ധമാണ് പഠിക്കണം. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് 6.022 × 10⁻23 പാർട്ടിക്കിൾസ്. 6.022 × 10⁻23 പാർട്ടിക്കിൾസ് അടങ്ങിയ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് മോൾ. ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം. മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം കേട്ടോ. ഇപ്പോൾ കാർബൺ, സോഡിയം, ലിഥിയം തുടങ്ങി മെറ്റൽസും പിന്നെ കാർബണെ പോലെയുള്ള ആളുകളൊക്കെ ഓരോ മോളിക്യൂളായിട്ട് നിൽക്കില്ല, ആറ്റായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ 1 മോൾ എന്ന് വെച്ചാൽ 6.022 × 10⁻23 ആറ്റംസ്. അതേസമയം ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, നൈട്രജൻ അവരൊക്കെ H2N2O2 മോളിക്യൂളായിട്ടാണ് നിൽക്കുക. അപ്പോൾ അവരുടെ 1 മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 മോളിക്യൂൾസ്. ഇനി ചില കോമ്പൗണ്ടുകൾ അയോണുകളായിട്ട് Na+ അയോൺസ്, അതിൻ്റെ 1 മോൾ എന്ന് വെച്ചാൽ അതിൽ 6.022 × 10⁻23 അയോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ 1 മോൾ എന്ന് പറയുന്നത്. അതിനോട് ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അടുത്ത പേജിലുണ്ട്. ഈ 1 മോളിനെ, ഈ മോളിൻ്റെ ഈ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ അഥവാ അവഗാഡ്രോ കോൺസ്റ്റൻറ്റ്. 6.022 × 10⁻23 എന്ന് പറയുന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ അഥവാ അവഗാഡ്രോ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അത് മാത്രം അവിടെ നിന്ന് പഠിച്ചാൽ മതി മക്കളെ, വേറെ ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. ദെൻ അടുത്തത് നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഫോർമുല. ഇതും എല്ലാവരും പഠിക്കണം. നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് എന്നാണ് ഇവരോട് പറയുന്നത്. ടീച്ചർ അതിന് പകരം വേറൊരു ഫോർമുല നിങ്ങൾക്ക് എഴുതി തരാം കേട്ടോ. നോട്ടിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, എന്നാൽ പോലും ടീച്ചർ ഒന്നും കൂടി അത് എഴുതാം. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഒരു മോളിൻ്റെ മാസ്. അതിന് പകരമാണ് അവർ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു, ഇവിടെ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞു. മോളിക്യൂൾസ് ആയിട്ട് നിൽക്കണവരുടെ മോളാർ മാസ് എന്ന് പറയുന്നത് ഗ്രാം മോളിക്കുലർ മാസ്. ആറ്റംസ് ആയിട്ട് നിൽക്കണവരുടെ കേസിൽ മോളാർ മാസ് എന്ന് പറയുന്നത് ഗ്രാം അറ്റോമിക് മാസ്. അതുകൊണ്ടാണ് അവർ സെപ്പറേറ്റ് പറഞ്ഞത്. നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ്. നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അത് മാത്രം പഠിച്ചാൽ മതി, ഇതൊന്നും വേണ്ട. ഇതും പഠിച്ചോളൂ. അതുപോലെ മറ്റേ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസും പഠിക്കാം. ഇതൊന്നും വേണ്ട കേട്ടോ, ഇപ്പോൾ ഈ പഠിച്ചതൊന്നും വേണ്ട. ദെൻ അടുത്തത്
എല്ലാവരും പഠിക്കേണ്ടത് തന്നെയാണ് ഇനി പറയണത്. ഡിഫൈൻ മോളാർ മാസ്. ഒരു മോളിൻ്റെ മാസിനെ വിളിക്കുന്ന പേരാണ് മോളാർ മാസ്. മാസ് ഓഫ് 1 മോൾ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് മോളാർ മാസ്. മോളാർ മാസ് ഗ്രാംസിലാണ് പറയുക കേട്ടോ. വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 മോൾ ഇലക്ട്രോൺ? 1 മോൾ ഇലക്ട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺസാണ് മക്കളെ? 6.022 ഇൻറ്റു 10⁻23 ഇലക്ട്രോൺസ്. അത്രയും ഇലക്ട്രോൺസിൻ്റെ മാസ്സാണ് ചോദിച്ചേക്കുന്നത്. നമുക്കൊരു ഇലക്ട്രോണിൻ്റെ മാസ് അറിയാം. അപ്പോൾ ഇത്ര ഇലക്ട്രോൺസിൻ്റെ മാസ് കാണാൻ ഇൻറ്റു ചെയ്യാം. ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് വെച്ചാൽ 9.1 ഇൻറ്റു 10⁻28 ഗ്രാംസാണ്. അങ്ങനത്തെ ഇത്രയും ആളുകളുണ്ട്. അപ്പോൾ ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 അത്രയും ഗ്രാംസ്. നമുക്ക് 10ൻ്റെ പവർ ഒരുമിച്ചാക്കാം മക്കളെ. 10⁻28ഉം 10⁻23 ബാക്കിയുള്ള ഇവിടെ എഴുതാം കേട്ടോ. അപ്പോൾ 10⁻⁻5 9.1 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻25 ഗ്രാംസ്. ഇത് ഗുണിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം 9 ഇൻറ്റു 6 54, ഏകദേശം ആ റേഞ്ചിലാണ് വരിക. അതാണ് ഇവർ 0.55 മില്ലിഗ്രാം എന്നാണ് പറഞ്ഞത്. നമ്മൾ പറയുമ്പോൾ ഗ്രാംസിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഗ്രാംസിനെ മില്ലിഗ്രാംസ് ആക്കാൻ ഇൻറ്റു 10⁻3 ചെയ്താൽ മതി. മറക്കണ്ട കേട്ടോ. ദെൻ അടുത്തത് പഠിക്കേണ്ടതാണ്. അപ്പോൾ വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 മോൾ ഇലക്ട്രോൺ ചോദിക്കാം. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. അടുത്തത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? ഒരു കെമിക്കൽ റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോകുന്ന റിയാക്റ്റൻറ്റിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. റിയാക്റ്റൻ്റ് എന്ന് വെച്ചാൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൾ. ഇവിടെ ഹൈഡ്രജനും ഓക്സിജനുമാണ് റിയാക്റ്റൻസ്. അവർ 2 മോൾ ഇക്വേഷൻ എഴുതിയാണത്. 2H2 + O2 gives 2H2O. 2 മോൾസ് ഹൈഡ്രജൻ്റെ കൂടെ കമ്പൈൻ ചെയ്യാൻ 1 മോൾ ഓക്സിജൻ, അതിൻ്റെ പകുതി മോൾസ് ഓക്സിജൻ വേണം. അപ്പോൾ 10 മോൾസ് ഹൈഡ്രജൻ എടുത്താൽ 5 മോൾസ് ഓക്സിജൻ വേണം. അപ്പോൾ അവരെങ്ങനെയും എടുത്തോട്ടെ, ഏതളവിൽ വേണമെങ്കിൽ അവരെടുത്തോട്ടെ. ആരാണ് ആദ്യം തീർന്നു പോണത്? ആരാണ് തീർന്നു പോണത്? അയാളെയാണ് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് സൈഡ് നോക്കരുത്. റിയാക്റ്റൻ്റ് സൈഡിൽ ആരാണ് ആദ്യം തീരണേ അയാളെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജൻ്റ്. അയാളാണ് പ്രൊഡക്റ്റിൻ്റെ അളവ് തീരുമാനിക്കുന്നത്. കാരണം അയാൾ തീർന്നു പോയാൽ ഉടനെ റിയാക്ഷൻ അവസാനിക്കും. ഇപ്പോൾ ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും 2 റിയാക്റ്റൻസ് ഉണ്ട്. സപ്പോസ് കുറച്ച് കഴിയുമ്പോൾ ഹൈഡ്രജൻ തീർന്നു പോയെന്ന് കരുത്, അതോടുകൂടി റിയാക്ഷൻ അവസാനിക്കും. ഇനി വാട്ടർ പുതിയത് ഉണ്ടാവില്ല. അപ്പോൾ വാട്ടറിൻ്റെ അളവ് തീരുമാനിക്കുന്നത് ഹൈഡ്രജനാണ്. അല്ലെങ്കിൽ ആ റിയാക്ഷൻ എവിടം വരെ പോവും എന്ന് തീരുമാനിച്ചത് ഹൈഡ്രജനാണ്. ഒരാൾ ആരാണ് തീർന്നു പോയത് അപ്പോൾ റിയാക്ഷൻ അവസാനിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അതും മലയാളത്തിൽ പറയണവർ അങ്ങനെ പറഞ്ഞു കേട്ടോ. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോണ റിയാക്റ്റൻറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. മറക്കണ്ട. ഇനി പ്രോബ്ലംസാണ് ഇവരോട് പറഞ്ഞേക്കണത്. ടീച്ചർ ആദ്യത്തെ പ്രോബ്ലം അല്ല നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിക്കണത്. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അറ്റോമിക് മാസ് ഓഫ് സർട്ടൻ എലമെൻറ്റ്സ് ആർ ഫൗണ്ട് ടു ബി ഫ്രാക്ഷണൽ. അറ്റോമിക് മാസ്, ചില എലമെൻസിൻ്റെ അറ്റോമിക് മാസ് ഫ്രാക്ഷണൽ ആവണു. ഫ്രാക്ഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മക്കളെ? 3.5, 2.1 അങ്ങനെ ഫ്രാക്ഷണൽ വാല്യൂ വരുന്നു. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്തരം ആളുകൾ ഐസോട്ടോപ്സ് ഉള്ളവരായിരിക്കും. അപ്പോൾ എലമെൻറ്റ്സ് എക്സിസ്റ്റ് ആസ് എ മിക്സ്ചർ ഓഫ് ഐസോട്ടോപ്സ്. അത്തരം എലമെൻറ്റ്സിൽ ഐസോട്ടോപ്സ് ഉണ്ട്. ഐസോട്ടോപ്സ് എന്ന് വെച്ചാൽ വ്യത്യസ്ത മാസ്സുള്ളവരാണ്. സോ വി ഹാവ് ടു ടേക്ക് ദെയർ ആവറേജ്. ഐസോട്ടോപ്സിൻ്റെ ആവറേജ് എടുക്കണം. അത് ആവറേജ് എടുക്കുമ്പോഴാണ് ഫ്രാക്ഷണൽ വാല്യൂ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ ഇവിടെ ഇത് പറഞ്ഞ പ്രോബ്ലം നിങ്ങൾ ചെയ്തില്ലെങ്കിലും വിരോധമില്ല. നമ്മുടെ ക്ലോറിന് 2 ഐസോട്ടോപ്സ് ഉണ്ട്. 35 എന്ന് പറയുന്ന മാസമുള്ളവരുണ്ട്, 37 എന്ന് പറയുന്ന മാസമുള്ളവരുണ്ട്. 35കാർ 3 ആൾ വരുമ്പോൾ 37കാർ ഒരാളെ വരാം. സോ നമ്മൾ അവരുടെ മാസ് കാണാൻ ഈ 34.9 എന്നൊക്കെ എടുത്താണെങ്കിൽ 35 എന്ന് എടുത്താൽ മതി കേട്ടോ. 35 × 3 പ്ലസ് അതിൻ്റെ മാസ് ഇങ്ങനെ കാണാം. 35 ഉള്ള 3 പേര് പ്ലസ് 37 ഉള്ള ഒരാൾ ഡിവൈഡഡ് ബൈ 4. മൊത്തം 4 പേരിൽ 3 ആൾ 35 ഉള്ളവരും ഒരാൾ 37 ഉള്ളവരും. ഈ 35 × 3 പ്ലസ് 37 × 1/4 ചെയ്യുമ്പോൾ 35.45 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ചില എലമെൻസിൻ്റെ മാസ് ഹോൾ നമ്പർ വരാതെ ഫ്രാക്ഷൻ വരാനുള്ള കാരണം? ഇതാണ് അതിൻ്റെ റീസൺ കേട്ടോ. മറക്കരുത്. പ്രോബ്ലത്തിന് വേണ്ടിയിട്ടല്ല ടീച്ചർ അത് ചെയ്തത് കേട്ടോ.
അടുത്തത് പ്രോബ്ലം തന്നെയാണ്. ടീച്ചർ പറഞ്ഞിരുന്നു അതെല്ലാവരും പഠിക്കണം എന്നുള്ളത്. ഹൗ മെനി മോൾസ് ഓഫ് ഡൈഓക്സിജൻ ആർ പ്രസൻറ്റ് ഇൻ 64 grams ഓഫ് ഡൈഓക്സിജൻ. മക്കളെ ഡൈഓക്സിജൻ എന്ന് വെച്ചാൽ O2, അപ്പോൾ ഡൈ നൈട്രജൻ എന്ന് വെച്ചാൽ N2, 2 ആറ്റമുള്ളവരെന്ന് അർത്ഥം. 64 ഗ്രാംസ് ഡൈഓക്സിജനിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? അപ്പോൾ ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസിൻ്റെ ഫോർമുല എഴുതാം. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ടീച്ചർക്ക് ഇവിടെ ഇതിൽ സ്ഥലം തികയാത്തതുകൊണ്ട് ടീച്ചർ എഴുതുന്നില്ല. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഫോർമുല എഴുതിയിട്ടേ ചെയ്യാവൂ കേട്ടോ. മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് അവർ 64 ഗ്രാം തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് O2. ഓയുടെ മാസ് 16, അപ്പോൾ O2ൻ്റെ മാസ് 32. 64/32 ചെയ്യുമ്പോൾ 2 മോൾസ്. ഇത് ചോദിക്കും. അപ്പോൾ മോൾസിൻ്റെ എണ്ണം കാണാൻ പറഞ്ഞാൽ തന്നിട്ടുള്ള മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഹൗ മെനി നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഇൻ 4 grams ഓഫ് O2. നമ്പർ ഓഫ് മോൾസ് കാണാൻ പറഞ്ഞാലും നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ പറഞ്ഞാലും നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ പറഞ്ഞാലും ആദ്യം കാണേണ്ടത് നമ്പർ ഓഫ് മോൾസ് ആണ്, എന്നിട്ടേ ബാക്കിയുള്ളത് കാണാവൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കാണേണ്ടത് നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. 4 ഡിവൈഡഡ് ബൈ O2ൻ്റെ മോളാർ മാസ് ഇപ്പം തന്നെ പറഞ്ഞതാണ് 32. ഇതാണ് നമ്പർ ഓഫ് മോൾസ്. ഇനി നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ ശ്രദ്ധിച്ച മക്കളെ, നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ O2 എന്ന് പറയുമ്പോൾ അതിൽ മോളിക്യൂളാണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണണം, ഇൻറ്റു അവഗാഡ്രോ നമ്പർ കേട്ടോ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈ പ്രോബ്ലത്തിൻ്റെ ആയിട്ട് ചെയ്യണം. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു 4/32 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇനി നമ്പർ ഓഫ് ആറ്റംസാണ് ചോദിച്ചേക്കണേ. O2ൽ എത്ര ആറ്റം ഉണ്ട് മക്കളെ? 2 ആറ്റം. അപ്പോൾ ഇതിൽ എത്ര ആറ്റംസ് ഉണ്ട്? ഇൻറ്റു 2. അപ്പോൾ 4/32 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു 2. ഇതാ ഇവിടെ ചെയ്തേക്കും. 2 ഇൻറ്റു 4/32 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ ആദ്യം നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ പറഞ്ഞാലും നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ പറഞ്ഞാലും ആദ്യം നമ്പർ ഓഫ് മോൾസ് കാണാം, അത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. പിന്നെ ആറ്റം ഉണ്ടെങ്കിൽ ആറ്റത്തിൻ്റെ എണ്ണം കാണാം കേട്ടോ, മറക്കണ്ട. ദെൻ അടുത്തത് ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ചോദിച്ചാലും നമ്പർ ഓഫ് ആറ്റംസ് ചോദിച്ചാലും ആദ്യം നമ്പർ ഓഫ് മോൾസ് ആണ് കാണേണ്ടത് കേട്ടോ. 1 gram N2ലും 1 gram CO2ലും എത്ര മോളിക്യൂൾസ് ഉണ്ട്? അപ്പോൾ ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാണാം. ഫോർമുല എഴുതിയിട്ട് ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. നമ്പർ ഓഫ് മോൾസ് ടീച്ചർ ഇവിടെ സ്ഥലം തികയാത്തതുകൊണ്ടാണ് ഇതിൽ എഴുതാത്തത് കേട്ടോ. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഫോർമുല എഴുതുന്നില്ല ടീച്ചർ, പക്ഷെ പറയുന്നുണ്ട് മാസ് ബൈ മോളാർ മാസ്. 1/N2ൻ്റെ മോളാർ മാസ് 28. ഇതാണ് നമ്പർ ഓഫ് മോൾസ്. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ എന്ത് ചെയ്യണം മക്കളെ? 1/28 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നിങ്ങൾ എഴുതിയാൽ മതി ആ നമ്പർ, ഇവരോട് എഴുതിയാണ് 6.022 ഇൻറ്റു 10⁻23. അവഗാഡ്രോ നമ്പറിനെ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെ ഇടരുത് കേട്ടോ, ടീച്ചർ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതിയത്. അതേപോലെ 1 gram CO2ൽ അതിലും ആദ്യം തന്നെ നമ്പർ ഓഫ് മോൾസ് കാണാം കേട്ടോ. നമ്പർ ഓഫ് മോൾസ് CO2ൽ എത്ര മോൾസ് കാണാൻ? 1/44. CO2ൻ്റെ മോളാർ മാസ് 44 ഗ്രാമാണ്. അപ്പം 1/44. ഇനി മോളിക്യൂൾസിൻ്റെ എണ്ണം കാണാൻ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. 1/44 ഇൻറ്റു NA, അതാണ് 6.022 ഇൻറ്റു 10⁻23. ഇനി വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ 1 mole ഓഫ് മീഥെയിൻ. മീഥെയിൻ എന്ന് വെച്ചാൽ CH4. അത് മോളിക്യൂളായിട്ട് നിൽക്കാട്ടോ. ഇവിടെ മോൾസിൻ്റെ എണ്ണം അവർ തന്നിട്ട് മക്കളെ 1 mole. അപ്പോൾ മോൾസിൻ്റെ എണ്ണം കാണണ്ട, പകരം മോളിക്യൂൾസിൻ്റെ എണ്ണം കാണാം. 1 mole എത്ര മോളിക്യൂൾസാണ്? അവഗാഡ്രോ നമ്പർ. അപ്പോൾ നമ്പർ ഓഫ് CH4 മോളിക്യൂൾസ് 6. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 6.02 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. മോളിക്യൂൾസിൻ്റെ എണ്ണം കിട്ടിയ ആറ്റത്തിൻ്റെ എണ്ണം കാണാം. CH4ൽ ഒരു മോളിക്യൂളിൽ എത്ര ഹൈഡ്രജൻ ആറ്റം? 4. അപ്പോൾ ഇത്ര മോളിക്യൂൾസിൽ എത്ര ഹൈഡ്രജൻ ആറ്റം? ഇൻറ്റു 4. 4 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഇതൊക്കെ എല്ലാവർക്കും പഠിക്കാൻ പറ്റണതാട്ടോ, മറക്കണ്ട. ഓക്കെ, അടുത്ത പ്രോബ്ലം പറ്റാവുന്നവർ പഠിച്ചാൽ മതി. ടീച്ചർ അത് ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞു തന്നോളാം കേട്ടോ. ഈ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ടീച്ചർ ചെയ്യണില്ല, കാരണം എല്ലാവർക്കും അത് പറ്റില്ല ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് പറ്റാവുന്നവർ പഠിച്ചു വെച്ചോളൂ കേട്ടോ. പരീക്ഷയ്ക്കൊക്കെ വന്നിട്ടുള്ളത് തന്നെയാണ്.
അത് കഴിഞ്ഞ് അടുത്തത് കംപ്ലീറ്റ് ദ ടേബിൾ. നോക്കി മക്കളെ, ഇതിലും അതെ മാസ് തന്നിട്ടുണ്ട് 25.5 ഗ്രാം NH3. നമ്പർ ഓഫ് മോൾസ് കാണാൻ, നമ്പർ ഓഫ് മോൾസ് കാണാൻ എന്ത് പറയും? മാസ് ബൈ മോളാർ മാസ് വെച്ചാൽ 25.5 ഡിവൈഡഡ് ബൈ NH3യുടെ മാസ് 14 + 3 17. 25.5 ഡിവൈഡഡ് ബൈ 17 മോളിക്യൂൾസ് കാണാൻ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഈ കിട്ടിയത് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ, ഈ ടേബിളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതും പറ്റാവുന്നവർ പഠിച്ചോളൂ കേട്ടോ. ഇതൊന്നും വേണ്ട, രണ്ടാമത്തെ ഒന്നും പഠിക്കണ്ട. ഒന്നാമത്തെ നാലാമത്തെയും പറ്റാവുന്നവർ പഠിച്ചോളൂ. ബാക്കിയുള്ളതെല്ലാം പഠിക്കുക, ഒന്നാമത്തെ രണ്ടാമത്തെ പഠിക്കണം. ഇതിനടുത്തത് കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് എ മെഗ്നീഷ്യം ആറ്റം ഇൻ ഗ്രാംസ്. അത് പറ്റാവുന്നവർ പഠിച്ചാൽ മതി മക്കളെ. ഒരു ആവറേജ് ഒടുങ്ങിയുള്ളവർക്കൊക്കെ പറ്റും. ഒരു ആറ്റത്തിൻ്റെ മാസ് കാണാനുള്ള ഫോർമുല മാസ് ഓഫ് എൻ ആറ്റം നമ്മുടെ ക്ലാസ് നോട്ടിലൊക്കെ എഴുതിയിട്ടുള്ളതാണ്. ചിലപ്പോൾ ഇതിലുണ്ടാവും, ഫോക്കസ് ഏരിയയിലും ഉണ്ടാവും. മാസ് ഓഫ് 1 ആറ്റം ഇസ് ഈക്വൽ ടു ഗ്രാം അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് 24ആണ്. അപ്പോൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ 24 ഗ്രാം ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23. ഈ 10⁻23 വേണമെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകാം. അപ്പോൾ 24 ഇൻറ്റു 10⁻⁻23 ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പറല്ല 6.022, അത്രയും ഗ്രാംസ്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് കാണാൻ പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ ഏതെങ്കിലും ഒരാളുടെ ഒരു മോളിക്യൂളിൻ്റെ മാസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. ഇനി ലിമിറ്റിംഗ് റിയേജൻ്റെ പ്രോബ്ലമാണ്. ടീച്ചർ എല്ലാ പ്രോബ്ലം ഒന്നും പറയണില്ല, എളുപ്പമുള്ള ഒരെണ്ണമൊന്നും ചെയ്യാം. ബാക്കിയുള്ളത് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ടീച്ചർ ടിക്കറ്റ് പോകാൻ പഠിക്കേണ്ടത്. ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ എല്ലാം പറയാൻ ഇപ്പം നേരം ഉണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ ഇത് സമയം കൂടുതൽ ചിലവാക്കണ പോലെ തോന്നും. അത് പഠിച്ചോളൂ. ലിമിറ്റിംഗ് റിയേജൻ്റെ പ്രോബ്ലം വരും, പക്ഷെ സിമ്പിളായി ചോദിക്കാൻ വഴിയുള്ളൂ. ടീച്ചർ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. 1.5 grams hydrogen react with 14.5 grams O2 to form water. ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്ന് വാട്ടർ ഉണ്ടാവുന്ന ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതണം. ലിമിറ്റിംഗ് റിയേജൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം അത് എഴുതണ്ടേ. 2H2 + O2 gives 2H2O. ഇതിൻ്റെ അർത്ഥം എന്താ മക്കളെ? 2 moles ഹൈഡ്രജൻ 1 mol ഓക്സിജനായിട്ട് ചേർന്ന് 2 moles വാട്ടർ. അപ്പോൾ ഇക്വേഷൻ പറയണത് 2 moles ഹൈഡ്രജന് 1 mol ഓക്സിജൻ വേണം. അപ്പോൾ 2 moles വാട്ടർ ഉണ്ടാവും. ഇവിടെ പക്ഷേ ഇവർ ഗ്രാംസിലാണ് തന്നേക്കണം. 1.5 ഗ്രാം H2, 14 ഗ്രാം O2. ഈ ഹൈഡ്രജൻ ഓക്സിജൻ എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറഞ്ഞ് H2O2 എന്നൊക്കെ ആയിട്ട് അർത്ഥം HO എന്ന് എഴുതരുത്. അപ്പോൾ ഗ്രാംസിൽ തന്ന നമ്പർ ഓഫ് മോൾസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2 കാണാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് H2 മാസ് ബൈ മോളാർ മാസ് 1/2/2 0.75. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 എത്രയാണ്? 14/32. അപ്പോൾ 0.453 മോൾസ് O2 എന്ന് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് ഇക്വേഷൻ പറയണത് അവർ എത്ര മോൾസ് ഹൈഡ്രജൻ എടുത്തോ അതിൻ്റെ പകുതി മോൾസ് ഓക്സിജൻ ആവശ്യമുണ്ട്. അപ്പോൾ അവർ തന്നത് ഗ്രാംസിലായ കാരണം മാസ്സായ കാരണം നമ്മൾ ആദ്യം മോൾസ് കാണുന്നു. 1.5 ഗ്രാം H2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.75 മോൾസ് H2 എന്നാണ് അർത്ഥം. 14 ഗ്രാം O2 എന്ന് വെച്ചാൽ 0.453 മോൾസ് O2 എന്നാണ് അർത്ഥം. ഇനി നോക്കാം മക്കളെ, ഇക്വേഷൻ പറയണത് എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതിൻ്റെ പകുതി ഓക്സിജൻ മതി. അപ്പോൾ 0.75 മോൾസ് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഓക്സിജൻ മതി കേട്ടോ. എന്നുവെച്ചാൽ 0.375 മോൾസ് ഓക്സിജൻ മതി. പക്ഷെ അവരെത്ര എടുത്തിട്ടുണ്ട് മക്കളെ? 0.453 മോൾസ് എടുത്തിട്ടുണ്ട്. അത്ര വേണ്ട, ഇത്ര മതി റിയാക്ഷൻ. അപ്പോൾ ബാക്കി കിടക്കും ഓക്സിജൻ. 0.453 എടുത്തതുകൊണ്ട് ബാക്കി വരും ഓക്സിജൻ. അപ്പോൾ ആരാ തീർന്നു പോവാ മക്കളെ? ഹൈഡ്രജൻ. സോ ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ, എത്ര വാട്ടർ ഉണ്ടാവുണ്ടെന്ന്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ലിമിറ്റിംഗ് റിയേജൻറ്റ് നോക്കിയിട്ടാണ് പ്രൊഡക്റ്റിൻ്റെ എണ്ണം പറയുക. അപ്പോൾ ഇക്വേഷൻ പറയണം നോക്കിയേ. 2 മോൾസ് ഹൈഡ്രജനിൽ നിന്ന് 2 മോൾസ് വാട്ടർ. അപ്പോൾ ഇവിടെ എത്ര മോൾസ് ഹൈഡ്രജനാണ്? 0.75 മോൾസ് ഹൈഡ്രജനിൽ നിന്ന് 0.75 മോൾസ് ഹൈഡ്രജൻ 75 മോൾസ് വാട്ടർ.
ഇനി ഓക്സിജൻ്റെ അളവ് 0.453 മോൾസ് ഓക്സിജൻ എടുത്തു, 0.375 ആവശ്യം വന്നുള്ളൂ. അപ്പോൾ ബാക്കി ഇത്രയുണ്ട് ഓക്സിജൻ. അപ്പോൾ എത്ര ഗ്രാം ഓക്സിജൻ ഉണ്ട് ഇൻറ്റു 32 ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി അങ്ങനത്തെ ചെയ്യാം. ദേ A+B2 gives AB2. അതായത് ഈ റിയാക്ഷൻ പ്രകാരം പറയണത് 1 മോൾ എക്ക് 1 മോൾ B2 വേണം. ഇവർ എത്ര എടുത്തേക്കണം മക്കളെ? 5 മോൾസ് എക്ക് 5 മോൾസ് B2 വേണം. ഇവരിവിടെ 2.5 മോൾസ് B2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ B2വിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ B2 ലിമിറ്റിംഗ് റിയേജൻറ്റ് കേട്ടോ. അങ്ങനെ പറയുന്നത് സിമ്പിളാണ്. ഇത്ര മതി. അപ്പോൾ ഇത്രയും ഈ ചാപ്റ്ററിൽ നിന്ന് എല്ലാവരും പഠിക്കാം കേട്ടോ.